എന്ന് പറയുന്നത് ഒരു ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്ത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 3 5 6 0 3 5 6 വീണ്ടും 0 3 5 6 അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റേ ഉള്ളൂ? 0 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇതേമാതിരി 0 3 5 6 0 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യാത്തത് 1 യൂസ് ചെയ്യുന്നില്ല, 2 യൂസ് ചെയ്യുന്നില്ല, 4 യൂസ് ചെയ്യുന്നില്ല, 7 യൂസ് ചെയ്യുന്നില്ല. ഈ 4 യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ യൂസ് ചെയ്യാത്തതും എങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആണെങ്കിൽ 3ലേക്ക് പോവുക, 3 ആണെങ്കിൽ 5ലേക്ക് പോവുക, 5 ആണെങ്കിൽ 6ലേക്ക് പോവുക, 6 ആണെങ്കിൽ 0ലേക്ക് പോവുക. എന്നിട്ട് T1 T2 T3 നമ്മൾ നേരത്തെ എഴുതിയത് ഏതാ? J1 K1 J2 K2 J3 K3 അങ്ങനെയാണ് എടുത്തത്. ഇവിടെ നമ്മൾ 3 ബിറ്റ് ആയതുകൊണ്ട് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് തന്നെ, പക്ഷേ നമ്മളിവിടെ T വെച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും യൂസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ T ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ Tയുടെ എക്സൈറ്റേഷൻ ടേബിൾ നമുക്കറിയാം എന്താണ്. അപ്പോൾ T1 ആണ് നോക്കുന്നതെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റിൽ Q1 എന്ന് പറയുന്ന കോളവും നെക്സ്റ്റ് സ്റ്റേറ്റിൽ Q1 എന്ന് നോക്കണം. അപ്പോൾ 0 1 ആണെങ്കിൽ 1, 1 1 ആണെങ്കിൽ 0, 1 0 ആണെങ്കിൽ 1, 0 1 ആണെങ്കിൽ 0. ടോഗിൾ ചെയ്ത് വരിക. നേരത്തെ എന്തായിരുന്നു? അതിനെ ടോഗിൾ ചെയ്ത് വരിക. നമ്മൾ ടിയുടെയൊക്കെ എന്താണ് JKയിൽ നിന്ന് ടിയിൽ നിന്ന് D അതെല്ലാം നമ്മൾ കൺവേർഷൻസ് എല്ലാം പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിളും ടിയുടേതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ടിയുടെ എക്സൈറ്റേഷൻ ടേബിൾ കാണാതെ പഠിക്കണം, ഡിയുടേത് പഠിക്കണം, JKയുടേത് പഠിക്കണം, SRൻ്റേത് പഠിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെതും എക്സൈറ്റേഷൻ ടേബിൾ നമ്മൾ പഠിക്കണം. അവർ ചോദിക്കുന്നത് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണോ അതനുസരിച്ചുള്ള എക്സൈറ്റേഷൻ വെച്ചിട്ട് വേണം നമ്മളത് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് എഴുതി. ദെൻ നമ്മൾ എന്ത് ചെയ്യും? T1 ഒരു കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ വേണം, T2 വേണം, ദെൻ T3 വേണം. അപ്പോൾ അതിൻ്റെ 3 നമ്മൾ എഴുതി. ഇനി 1 2 4 7 ഇവിടെയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. 1 2 4 7 നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ആ 1 2 4 7 നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് കൊടുക്കും എന്ന് ചോദിച്ചാൽ ഡോണ്ട് കെയർസ് ആയിരിക്കും കൊടുക്കുക. അതായത് ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ഒരാളിങ്ങനെ നിന്ന് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് 1 എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് വന്നു. 1 എന്ന് പറയുന്ന സ്റ്റേറ്റ് ആക്ച്വലി നമുക്ക് ഇതിനകത്ത് വരേണ്ടുന്നതല്ല. അപ്പോൾ അങ്ങനെ വന്നാൽ ഏതിലേക്ക് പോകണം? അത് 3ലേക്കാണ് പോകേണ്ടുന്നത്. അപ്പോൾ 0 കഴിഞ്ഞ് 0 ആണെങ്കിലും 3ൽ പോകണം, 1 ആണെങ്കിലും 3ൽ പോകണം, 2 ആണെങ്കിലും 3ൽ പോകണം. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റേറ്റ് 3യെ കത്താൻ പാടുള്ളൂ. നമുക്ക് ഏത് കൊടുക്കാൻ പറ്റില്ല? 1ഉം 2ഉം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 1ഉം 2ഉം വന്നാൽ നേരെ ഓട്ടോമാറ്റിക് ചെയ്ത് 3ലേക്ക് പോകാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേണ്ടാത്ത സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുന്നത്? ഡോൺ കെയേഴ്സ് ആയിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഗ്രൂപ്പ് ചെയ്ത് T1നും T2നും T3ക്കും. അതിൽ T1 ചെയ്യുമ്പോൾ Q2 ബാർ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ബാർ ഔട്ട്പുട്ടാണ് നമ്മൾ അവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. T2 എന്ന് പറയുന്നത് 1 ആണ്, T3 എന്ന് പറയുന്നത് Q2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. സർക്യൂട്ട് T ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് T1 എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് അത് T1 Q2 ബാർ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇതാണ് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ Q2 ബാർ. ഇതാണ് ഏതിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്? T1ലേക്ക്. T1 എന്ന് പറയുന്നതിനകത്ത് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്തത് T2 ഈസ് 1 എന്ന് പറഞ്ഞാൽ T2 ഹൈ. അത് നമ്മൾ ഡയറക്റ്റായിട്ട് 1 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. ദെൻ T3 ഈസ് Q2. T3യുടേത് Q2 ആണ്. സോ Q2 ഡയറക്റ്റായിട്ട് T3യിലേക്ക് കൊടുക്കും. ദെൻ ക്ലോക്ക് എല്ലാത്തിനും സൈമിൾട്ടേനിയസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. Q1 Q2 Q3 എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട്സ്. ഓക്കെ, ഇതാണ് കറസ്പോണ്ടിങ് നമ്മുടെ T ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ 0 3 5 6 മാത്രം വരുന്ന സ്റ്റേറ്റുകൾ മാത്രം വരുന്ന ഒരു കൗണ്ടർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് മോഡ് 4 എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മോഡ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 2 3 അങ്ങനെയാണ് വരുന്നത്. ഇത് പക്ഷേ ഇവിടെ എന്താണ്? 0 3 5 6 നമുക്ക് വേറെ പല സ്റ്റേറ്റുകൾ ചേർത്താണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മോഡ് 4 എന്ന് പറഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. മോഡ് 4 യൂസ് ചെയ്യണമെങ്കിൽ 0 0 കഴിഞ്ഞാൽ 1 1 കഴിഞ്ഞാൽ 2 2 കഴിഞ്ഞ് 3 അങ്ങനെ തന്നെ വന്നാലേ നമുക്ക് മോഡ് 4 എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് മോഡ് 4 കൗണ്ടറല്ല, ഇത് ജസ്റ്റ് എ കൗണ്ടർ ദാറ്റ് ഹാവ് ദ സ്റ്റേറ്റ്സ് 0 3 5 6 ഓൺലി. ഓക്കെ, ദെൻ അതിനെ D വെച്ചിട്ട് നമ്മൾ അടുത്തൊരു D ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട് 0 1 2 4 0 അതായത്
0 വരണം, അടുത്ത സ്റ്റേറ്റ് 1 ആയിരിക്കണം, അത് കഴിഞ്ഞ് 2 ആയിരിക്കണം, അത് കഴിഞ്ഞ് 4 ആയിരിക്കണം, 4 കഴിഞ്ഞ് എഗെയിൻ എന്തായിരിക്കണം 0 ആയിരിക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ 3 യൂസ് ചെയ്യുന്നില്ല, 5 ഇല്ല, 6 ഇല്ല, 7 ഇല്ല. അപ്പോൾ അതൊക്കെ എന്തായിരിക്കും, നമ്മൾ ഡോണ്ട് കെയേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ള ഏത് സ്റ്റേറ്റ് വന്നാലും നമ്മൾ നേരെ ഡയറക്റ്റ് 0യിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 0 ആണെങ്കിൽ 1ലേക്ക് പോവാം, 1 ആണെങ്കിൽ 2ലേക്ക് പോവാം, 2 ആണെങ്കിൽ 4ലേക്കാണ്, 3 ഇല്ല, 2 ആണെങ്കിൽ നേരെ ഏതിലേക്കാണ് പോവേണ്ടത്, 4 ആണ് പോവേണ്ടത്. 3 ആണെങ്കിൽ 0യിലേക്ക് പോവാൻ. ആ മുകളിൽ നമ്മൾ വരച്ചിരിക്കുന്ന സർക്യൂട്ട് ഡയഗ്രാം കണ്ടോ, ഇതിൽ 3, 5, 6, 7 ഇതിലേത് വന്നാലും ഏതിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്, 0യിലേക്ക്. അപ്പോൾ 4 വന്നു കഴിഞ്ഞാൽ 0യിൽ പോകണം, 5 വന്നാലും 0യിൽ പോകണം, 6 വന്നാലും 0യിൽ പോകണം, 7 വന്നാലും 0യിൽ പോകണം. അങ്ങോട്ടുള്ളതെല്ലാം എന്തായിരിക്കും 0. പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ D1, D2, D3യുടെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതുന്നത്. അപ്പോൾ ഡിയുടെ എക്സൈറ്റേഷൻ ടേബിൾ D1 ആണെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റിലെ Q1ഉം നെക്സ്റ്റ് സ്റ്റേറ്റിലെ Q1ൻ്റെയും കോളം മാത്രം നോക്കി D1 കംപ്ലീറ്റ് ചെയ്യുക. D2 എഴുതുമ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റിലെ Q2ഉം നെക്സ്റ്റ് സ്റ്റേറ്റിലെ Q2ൻ്റെയും കോളംസ് മാത്രം നോക്കി D2 കംപ്ലീറ്റ് ചെയ്യുക. D3 എടുക്കുമ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റിലെ Q3 കോളവും നെക്സ്റ്റ് സ്റ്റേറ്റിലെ Q3 കോളവും മാത്രം എടുത്ത് D3 കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് D1, D2, D3ക്ക് എന്ത് ചെയ്യുക, കെ മാപ്പ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻസ് മാത്രമേ താഴെ എഴുതിയിട്ടുള്ളൂ. കണ്ടാൽ D1 = Q3 ബാർ ഇൻറ്റു Q2 ബാർ ഇൻറ്റു Q1 ബാർ. അതായത് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെയും ബാർ ഔട്ട്പുട്ടുകൾ ആൻഡ് ചെയ്തിട്ടാണ് ഏതിലേക്ക് കൊടുത്തിരിക്കുന്നത്, D1ലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ D1 എടുത്തു കഴിഞ്ഞാൽ D1ലേക്ക് എന്തൊക്കെ വരുന്നുണ്ട്, Q1ൻ്റെത് വരുന്നുണ്ട്, Q2ൻ്റെത് വരുന്നുണ്ട്, Q3യുടേത് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ആൻഡ് ഗേറ്റ് കൊടുത്താണ് നമ്മൾ ഏതിലേക്ക് കൊടുക്കുക, D1ലേക്ക് കൊടുക്കുക. ഈ മൂന്നും കൂടി ആൻഡ് ചെയ്ത് അടുത്ത D2 എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് Q3 ബാർ Q2 ബാർ ഉണ്ട്. അടുത്തത് Q1 ആണ്, Q1 ബാർ അല്ല Q1. അപ്പോൾ അവിടെ നിന്ന് Q1ഉം കൂടി കണക്ട് ചെയ്തിട്ടായിരിക്കും ഏതിലേക്ക് പോകുന്നത്, D2യിലേക്ക് പോകുന്നത്. അടുത്ത D3 എന്ന് പറഞ്ഞാൽ Q3 ബാർ Q2 Q1 ബാർ. ഓക്കെ, അപ്പോൾ അവിടെ വീണ്ടും Q1 ബാർ Q2 വെച്ചിട്ട് ഒരു ആൻഡ് ഗേറ്റും കൂടി കൊടുത്തിട്ടാണ് Q3യിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് അത് ആയത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യാനുള്ള. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മോഡോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കൗണ്ടറോ ഡിസൈൻ ചെയ്ത് തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ എഴുതുന്ന കൗണ്ടർ എന്ത് ചെയ്യുക, ആ കൗണ്ട് വെച്ചിട്ടുള്ളത് വേണം നമ്മൾ ചെയ്യാൻ. ബാക്കിയുള്ള കണ്ടീഷൻസ് എന്ത് ചെയ്യുക, ചിലത് ഡോൺ കേസ് ആയിട്ട് കൊടുക്കും, ചിലത് നമ്മൾ കൊടുക്കുന്നതനുസരിച്ചാണ്. 0 ആണ് കൊടുക്കുന്നതെങ്കിൽ 0 വെച്ചിട്ടുള്ളത്, അതായത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത 3, 5, 6, 7 എന്ത് ചെയ്തു, നമ്മൾ 0യിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 0 വെച്ചിട്ടാണ് നമ്മളവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റേറ്റ് ഏതാണോ അതിലേക്ക് ചേഞ്ച് ചെയ്ത് പോകത്തക്ക രീതിയിൽ ചെയ്ത് ദെൻ നമ്മുടെ കെ മാപ്പ് യൂസ് ചെയ്ത് ആദ്യം എക്സൈറ്റേഷൻ ടേബിൾ വരച്ചു. ദെൻ അത് കഴിഞ്ഞിട്ട് കെ മാപ്പ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തു. ദെൻ ആ കെ മാപ്പിൽ നിന്ന് കിട്ടുന്ന എക്സ്പ്രഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ സർക്യൂട്ട് വരയ്ക്കും. അപ്പോൾ ഇതിനകത്ത് കൂടിപ്പോയാൽ നമുക്ക് ഏതാ വരത്തുള്ളൂ, നമുക്ക് ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും ഒക്കെ വരത്തുള്ളൂ. ചിലത് നോട്ട് ഗേറ്റ്, നമുക്ക് അതിനകത്ത് തന്നെ ഔട്ട്പുട്ട് Q3 ഉണ്ടെങ്കിൽ Q3 ബാർ ഉണ്ട്, Q2 ഉണ്ടെങ്കിൽ Q2 ബാർ ഉണ്ട്, Q1 ഉണ്ടെങ്കിൽ Q1 ബാർ ഉണ്ട്. ഓട്ടോമാറ്റിക് അവിടെ നോട്ട് ഗേറ്റ് വരുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും നോട്ട് ഗേറ്റിൻ്റെ ആവശ്യം വരത്തില്ല. അപ്പോൾ അത് വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻസ് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ ചില ക്വസ്റ്റ്യൻസ് തന്നെ ഇട്ട് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഈ 2 വീഡിയോസ് നന്നായിട്ട് കണ്ടിട്ട് നിങ്ങൾ സ്വയം, ഇപ്പോൾ ഒരാൾ ചെയ്യുന്നതായിരിക്കില്ല വേറൊരാൾ, അപ്പം നിങ്ങൾ എന്താണോ ഇതിൽ നിന്ന് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന കൗണ്ടർ ഏതാണോ അത് ഡിസൈൻ ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾക്കുള്ളത്. വേറൊരാളുടേത് നിങ്ങൾ എടുക്കരുത്. അങ്ങനെ എടുക്കുന്നതെല്ലാം ഞാൻ വെട്ടിക്കളയും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഡിസൈൻ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ എഴുതുക, അത് വെച്ചിട്ട് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുക. ആ ഡിസൈൻ ചെയ്ത സംഭവം വേണം എനിക്ക് അസൈൻമെൻറ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ. ആരുടെയും ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആയിരിക്കരുത്. സെയിം ആണെങ്കിൽ ഞാൻ അതിന് 0 മാർക്ക് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തരുന്നത്. അത് വേറൊരാളുടെയിൽ നോക്കി എഴുതാനാണെങ്കിൽ എനിക്ക് പിന്നെ ഒരു ക്വസ്റ്റ്യൻ തന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചാൽ മതി. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കിത് ഈ തന്നിരിക്കുന്ന കൗണ്ടേഴ്സ് എത്രത്തോളം മനസ്സിലായി, അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ സ്വയം ഇടുക, ഇങ്ങനെ ഒരെണ്ണം ഡിസൈൻ ചെയ്യാൻ ഇടുക.
ഓക്കെ. ചിലർ മോഡ് 5 കൗണ്ടേഴ്സ് കൊടുക്കാം, കുഴപ്പമില്ല. മോഡ് 6 ചെയ്യാം, മോഡ് 7 ചെയ്യാം, മോഡ് 3 ചെയ്യാം, മോഡ് 10 ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്കിഷ്ടമുള്ളത്, ഇപ്പോൾ എല്ലാവരും സെയിം ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ നോക്കി എഴുതിയതാണെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ കൗണ്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരു കൗണ്ടർ, ഇപ്പം ഞാനൊരു സീക്വൻസ് ഇതിനകത്ത് കാണിച്ചത് കണ്ടില്ലേ, 0 1 2 4 0, അതൊരു കൗണ്ടറാണ്. അപ്പോൾ അതേമാതിരി നമുക്ക് ഇഷ്ടമുള്ള സീക്വൻസ് വെച്ചിട്ടുള്ള കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഓരോരുത്തരും അവരോരോരോ ക്വസ്റ്റ്യൻ ഇടുക, അതിനനുസരിച്ച് ഒരു കൗണ്ടർ ഡിസൈൻ ചെയ്യുക. ആ ഡിസൈൻ ചെയ്തത് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.